നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മ, എന്റെ ഭ്രാന്ത് കണ്ട് ഭയന്ന് മുത്തശ്ശി വീണെന്ന് കേട്ടല്ലോ. ഓ, അങ്ങനെ വലിയ വീഴ്ചയൊന്നുമല്ല. ചെറുതായിട്ടൊന്നും തട്ടിത്തടഞ്ഞു വീണു, അത്രേ ഉള്ളൂ. ഷോ, എന്റെ ഈശ്വര, ഞാൻ കാരണം. മോള് കാരണമൊന്നും അല്ല, അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി, അല്ലാതെ മനഃപൂർവ്വം ഒന്നും അല്ലല്ലോ. ഇതേ അമ്മയുടെ അടവോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ പാർവതി, അച്ഛനെ ഈ കാശിന്റെ കണക്ക് ചോദിക്കുമ്പോ അമ്മ 2 ദിവസം ബോധം കെട്ട് കിടക്കുന്നത്. മനോഹരേട്ടനൊന്നും ചുമ്മാ ഇരുന്നേ. പാർവതി, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. പിന്നെ ഒരാൾക്കൊരു അപകടം പറ്റുമ്പോഴാണോ തമാശ പറയുന്നത്? അച്ഛാ, ഞാനെന്നാ മുത്തശ്ശി ഒന്ന് കണ്ടോട്ടെ. അല്ല, അതിപ്പം അത് വേണം മോളെ. അമ്മയുടെ നാക്കല്ലേ, എന്ത് പറയുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി ഒരു ബഹളമൊന്നും രാത്രി വേണ്ട. അതെ, മോള് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങ്. എന്നാലും മുത്തശ്ശിക്ക് ഇത്ര വയ്യാന്നൊക്കെ കേട്ടിട്ട്. ഓ, അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ടെന്നേ. ഞാൻ അമ്മയുടെ അടുത്തൊന്ന് ചെല്ലട്ടെ. തീർത്തും വയ്യെങ്കിൽ ഞാൻ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഒരു എക്സ്റേ എടുക്കുമ്പോ അറിയാലോ കാര്യങ്ങളാ. പിന്നെ സഹിക്കാൻ പറ്റാത്ത വേദനയാണെങ്കിൽ ഡോക്ടർ ഒരു ഇഞ്ചക്ഷനോ മറ്റോ കൊടുത്തോളും. മോള് കിടന്നോ. പിന്നെ വെറുതെ ഓരോന്ന് ചിന്തിച്ച് കിടന്ന് മോളെ ഉറക്കം കളയണ്ട. മനസ്സ് ശാന്തമായിട്ട് ഇരിക്കണമെങ്കിൽ ഉറക്കം അത്യാവശ്യം. പിന്നെ ഈ കതകിന്റെ കുറ്റിയൊന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. അല്ല, ഇവിടെ ഇപ്പം ആരെ ഭയക്കാനാ അല്ലേ പാർവതി? അല്ലേ, ഒരു കാര്യം ചെയ്യ, നീ ഇവിടെ മോക്ക് കൂട്ടുകിടക്ക. അച്ഛനും തോന്നുന്നുണ്ടല്ലേ എനിക്കിപ്പോ ഭ്രാന്തായി തുടങ്ങിന്ന്. ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തേക്കുന്ന്. എന്താ മോളെ ഇങ്ങനെയൊക്കെ? മോള് വിശ്രമിക്കേ. അമ്മ എന്ത് പറഞ്ഞു? ആശുപത്രിയിലൊന്നും അമ്മയ്ക്ക് പോണ്ടെന്ന വാശിയില്ല. വാശിക്ക് പിന്നെ പണ്ടേ കുറവൊന്നുമില്ലല്ലോ. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അമ്മോ, അച്ഛനിത് എന്തിന്റെ കേടാ? മുത്തശ്ശി വയ്യാതെ കിടക്കുന്ന കണ്ടില്ലേ? അതുകൊണ്ടല്ലേ വിളിക്കുന്നേ. ആശുപത്രി കൊണ്ടുപോണ്ടേ?
ആശുപത്രിയിൽ എന്താ നിന്റെ അപ്പൻ വന്നിരിപ്പുണ്ടോ? ആഹാ, നാക്കിന് ഒരു കുഴപ്പമില്ല. അമ്മ ഹനുമാൻ കീറില്ല, നല്ല ഹേറ്റം പിടിക്കുന്നു. അമ്മേ, നമുക്കൊന്ന് ആശുപത്രി പോയി ഡോക്ടറെ കാണാം, എക്സ്റേ എടുക്കാം, എന്നിട്ട് മരുന്നും മേടിക്കാം. ഒന്നും വേണ്ട, നീ നിന്റെ ഭാര്യയും കൂടി മുറിയിൽ നിന്ന് ഇറങ്ങി തന്നാ മതി. ആ, എന്നിട്ടേ നിങ്ങളുടെ മരുമോളെ ആ ഭ്രാന്താശുപത്രിയിലോട്ട് കൊണ്ടുവിടും. ഞാൻ പറഞ്ഞോണ്ട് വന്നേക്കുന്നു. പാർവതി, ഞാനങ്ങനെ പറഞ്ഞത് ദേവിയമ്മക്ക് വിഷമായല്ലേ? എങ്ങനെ പറഞ്ഞത്? അല്ല, കഥകിന് കുറ്റിയിടണ്ടെന്ന് പറഞ്ഞത് മോള് ചോദിച്ച കേട്ടില്ലേ? ഇത്രയും നാളും കഥക് ഭദ്രമായി കുറ്റിയിട്ടിട്ട് കിടക്കണമെന്ന് പറഞ്ഞതും നമ്മളല്ലേ? പെട്ടെന്നിങ്ങനെ പറഞ്ഞപ്പോ ബുദ്ധിയുള്ള കുട്ടിയല്ലേ ദേവിക, എന്തും ചിന്തിക്കും. കാര്യം കള്ളനാണെങ്കിലും ശരത്ത് പറഞ്ഞ ഒരു വാചകം എന്റെ മനസ്സിൽ കൊണ്ടു. ദേവികമ്മയുടെ മാനസികാവസ്ഥ ഈ ചെറിയ പ്രായത്തില് ദേവികമ്മോൾ അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അനുഭവിച്ചു കഴിഞ്ഞു. നേർന്ന നെരിപ്പോട് പോലെ എത്ര കാലം മുമ്പോട്ട് പോകുന്ന, വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ശത്രുക്കൾക്ക് നടുവിൽ എത്ര കാലം ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാനാ? ദേവികമ്മോൾ ആരും കൊല്ലത്തില്ല. പക്ഷെ എല്ലാരോടുള്ള വാശിക്ക് എന്തെങ്കിലും ദുർബുദ്ധി തോന്നിയാലോ? മനോഹരേട്ടാ, ഓരോ ആത്മഹത്യയും ഓരോ ആൾക്കൂട്ട കൊലപാതകമാണ് പാർവതി. അല്ലാതെ ആർക്കാണ് ഈ ഭൂമി വിട്ടുപോകാൻ താല്പര്യം? എന്തായാലും ദേവികമോളെ ആ ദുർവിധിക്ക് വിട്ടുകൊടുക്കില്ല ഞാൻ. സിദ്ധാർത്ഥൻ അല്ലെങ്കിൽ മറ്റൊരാൾ, ഒരാളുടെ കൈപിടിച്ച് ദേവികമോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് പോയേ മതിയാവും. അത് നടക്കും മനോഹരേട്ടാ. നടക്കണം, നടത്തണം. അല്ലാതെ എന്റെ മകന്റെ വിധവാവേഷം കെട്ടി ആയുഷ്കാലം മുഴുവൻ ദേവിക ഇവിടെ നിൽക്കണ്ട. അവന്റെ ചിതാവസ്പത്തിന്റെ കാവൽക്കാരിയായി എന്റെ കുഞ്ഞിന്റെ ജീവിതം കളയണ്ട. മനോഹരേട്ടാ, ഞാൻ കാര്യമായിട്ട് തന്നെയാ പാർവതി പറഞ്ഞത്. ഉത്തരവാദിത്തങ്ങളൊക്കെ തീർത്തിട്ട് സുധിമോന്റെ ചിതാഭസ്മ കലശവുമായി നമ്മളൊരു യാത്ര പോകും. കുറെ പുണ്യസ്ഥലങ്ങൾ കാണണം, നമുക്ക് ദൈവങ്ങളെ തൊഴണം, ഭൂമിയിൽ പതിച്ചു തന്ന ഈ ജീവിതത്തിന് നന്ദി പറയണം.